ചേച്ചി ഞാൻ നല്ല സ്പീഡിലടിക്കും, നോക്കണം. കളി. കൊള്ളാം. അയ്യോ എന്തൊരു ചാട്ടോടിയത്. സോറി അപ്പോ പറഞ്ഞ കളിക്കാൻ പറഞ്ഞ ഇവിടെ കളിക്കാനാ ഞാനില്ല. ഒരു വാമ്പാവും ഈ കളി എന്തിനുള്ളതെന്ന് അറിയാമോ? ജോലിയും കൂലിയും ഇല്ലാതെ ചുമ്മാ തിന്നുകൊണ്ട് നടക്കുന്നവർക്കുള്ള കളിയാണ് ഈ ചട്ടിൽ. തന്നെ അപ്പൂന് എന്ത് ജോലിയും കൂലിയും ഉണ്ട്? ഞാൻ അന്തസ്ഥായിട്ട് വർക്ക്ഷോപ്പിൽ അധ്വാനിക്കണവനാ. തുരുമ്പ് പിടിച്ച് വർക്ക്ഷോപ്പില് അധ്വാനിക്കുന്നത്. എന്തടി തുരുമ്പ് പിടിച്ചെന്ന് ഒരു ആക്ഷേപം പോലെ. അവിടെ എന്താ പണിയിരിക്കണെന്ന്? ആ സ്ക്രൂ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞട്ടും ബോൾട്ടും ഇങ്ങനെ ഇളക്കുന്ന പരിപാടിയല്ലേ? വേറെ ഇളക്കിയാലല്ലേ അത് പണിയാവുള്ളൂ. ചുമ്മാ അതിൽ വെച്ചോണ്ടിരുന്നാ മതിയാ. ആൾക്കാർ നന്നാക്കാൻ കൊണ്ടിരുമ്പോ അന്തസ്ഥായിട്ട് വെച്ചുകൊടുക്കാണ് ടൈറ്റിയിലൊക്കെ. പിങ്കി ഇന്നലെ ഉണ്ടല്ലോ എനിക്ക് ഈ ഗേറ്റിന്റെ അങ്ങോട്ട് അകത്ത് കടക്കാൻ വയ്യായിരുന്നു. ക്യൂ വെച്ചായിരുന്നു നിരന്ന ആൾക്കാർ നിന്ന് കാണായിരുന്നു. പൈസ ആണെങ്കിലോ ഇഷ്ടം പോലെ. നീ തീരെ എന്നെ ആക്കല്ലേ കേട്ടാ. ഓക്കെ, എത്ര വർഷങ്ങളെന്ന് അറിയാം ഈ വർഷാപ്പ് ഇട്ടേക്കുന്നത്. ഈ പൈസയാണ് നീ നമ്മളെ അതിപ്പം ഒന്ന് നിർത്തോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഈ വർക്ക്ഷോപ്പ് വിറ്റിട്ടേ വല്ല ബിസിനസ് തുടങ്ങിയാലോ? ബിസിനസ് അത് പറയാനാ ഞാനും വന്നത്. അപ്പോ ഇതെല്ലാം കൂടി നമുക്ക് ആക്രി കാശിനങ്ങ് വിറ്റ് കളഞ്ഞിട്ട് നമുക്കൊരു സ്പാ തുടങ്ങാം. സ്പാ മാത്രം എന്തിന്? നമുക്ക് തട്ടുകടയോ കഫറ്റീരിയോ അങ്ങനെ എന്തിനും തുടങ്ങാം. തിന്നണത് അല്ലേ, തട്ടുകട അല്ലേ. എന്റെ ജീവൻ ഇരിക്കുന്ന കാലം വരെ ഈ വർക്ക്ഷോപ്പ് വിൽക്കുന്ന പരിപാടിയില്ല. അത് ഉദ്ദേശിച്ച് രണ്ടുപേരും നടക്കുകയും വേണ്ട കേട്ടാ. ഇതൊക്കെ ഉള്ളുണ്ടായപ്പോ നമ്മൾ ജീവിച്ചു പോണത്. അതൊക്കെ വർക്ക്ഷോപ്പ് വിൽക്കണം. കയറി പായടി വീട്ടിനകത്ത് വർക്ക്ഷോപ്പ് വിൽക്കാൻ നടക്കുന്നത്. ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോ വെറുതല്ല ഈ വീട് വന്നത്. നമ്മുടെ അച്ഛന് വണ്ടി എങ്ങനെ അതുപോലെയാണ് അപ്പൂന്റെ വർക്ക്ഷോപ്പ്. രണ്ട് തുരുമ്പും കൂടി എപ്പോഴും ഞാൻ എടുത്ത് കളയും. ചേച്ചി അതെ എടി, ഞാൻ വളർന്നിട്ട് വേണം. ഇനി എവിടെ വളരാൻ? അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്. ഞാൻ പഠിച്ച് വലിയൊരു ആളായിട്ട് വേണം എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ. നീ വേണമെങ്കിൽ എന്റെ കൂടെ കൂടിക്കോ, എനിക്ക് വിരോധമൊന്നുമില്ല. എന്റെ പൊന്നു പിങ്കി, ഞാരുടെ പാർട്ണർഷിപ്പ് കൂടിയാലും നിന്റെ അടുത്ത് ഞാനില്ല. എന്താ കുടിച്ച വെള്ളത്തിൽ നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. റിങ്കി എടി, വിശ്വാസം അതല്ലടി എല്ലാം. വിശ്വാസം അതൊക്കെ തന്നെ അല്ല, പക്ഷെ നിന്നെ ഞാൻ വിശ്വസിക്കില്ല. കൊള്ളാം. എന്നാ നിനക്ക് വിശ്വാസമല്ല ആരെങ്കിലും കൂടെ നീ കളിച്ചോ. എന്റെ പൊന്നല്ലേ, വാ കളിക്കാം. കുറച്ചുകൂടെ സോപ്പിട്ട് വിളിച്ചാ ഞാൻ വരാം. കണ്ടപ്പാടും പിടിക്കണോ? എന്റെ മുത്താണെന്ന് പറഞ്ഞത്. വാ നമുക്ക് കളിക്കാം. എവിടെ എവിടെ പോയിട്. ചിന്നോ ഇവിടെ ഇല്ലേ? ചിന്നോ ചിന്നേ അങ്ങനെ പോട്ടെ. അയ്യോ എന്തോന്ന് റിങ്കി, എന്തോ ആടി ഒരു ഫ്ലോയിൽ കളിച്ചു വന്നപ്പം ചിന്ന ഓർഡറി. കോടിയടി അങ്ങോട്ട്. കോൺസെൻട്രേഷൻ തെറ്റിപ്പിക്കല്ലേ. എന്തോ ഞങ്ങളെ ചോദിച്ചാ അവിടെ ഫ്രണ്ടിൽ മുറ്റടിച്ചോണ്ടിരിക്കുന്നു. ആലോചിച്ച് പറയാടി. അല്ലേ ഇപ്പൊ നോക്ക് ഇവിടെ നോക്കി കണ്ടുപിടിച്ചു. അവിടെ ഉണ്ടെന്ന് മര്യാദക്ക് ചോദിച്ചപ്പോ അവളുമാരെ വലിയ മറ്റേ ഒടുക്കത്ത കളി. നല്ല കോമ്പറ്റീഷനാ. കണ്ടിട്ട് കുത്തരും. ഞാൻ ഫ്രണ്ടിൽ പോയി നോക്കാം. അവിടെ ഇല്ല, ചുമ്മാ തള്ളി വിട്ടാണെങ്കിൽ. വട്ടു പിടിച്ചാ നീ ഇവിടെ വന്നിക്കണ? നിന്നെ അവിടെ എത്ര നേരം കൊണ്ട് വിളിക്കണ? ചേട്ടാ മുറ്റം ഇവിടെ നല്ല അടിക്കാൻ പറ്റുള്ളൂ. മുറ്റം അടിക്കണ? ഒരു കാര്യം പറയാനാണ് വന്നത്. എന്തോ ചേട്ടാ? കായ് കൂടെ തൂത്ത് തരണ ഇതിന്? ഞാൻ തൂക്കണ സ്ഥലത്ത് നിക്കണതിന്. കാര്യം പറ, എന്തോന്ന്? 2 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എന്ത് ടിക്കറ്റ്? സിനിമ ടിക്കറ്റ്. സിനിമ ടിക്കറ്റാ? സിനിമയ്ക്ക് പോവാം.
ആരൊക്കെ? ഞാനും നീ. നമ്മള് മാത്രോ? 2 ടിക്കറ്റിൽ 2 പേർക്കല്ലേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മള് മാത്രം എങ്ങനെ പോണത്? അത് ശരി. ഞാൻ അപ്പൊ ചന്ദ്രൻ ചേട്ടനൊക്കെ വിളി പോവാം. അപ്പൊ ചന്ദ്രൻ വിളിക്കണെന്ന് ഇവിടെ ഇരിക്കല്ലേ? മാമനും പിള്ളേർ ഇരിക്കല്ലേ? മാമനെ പിള്ളേരൊക്കെ വിളിച്ചിട്ട് എവിടെ പോകാം? ഉത്സവം കാണാൻ പോകാനല്ലേ? ഞാൻ സിനിമയ്ക്ക് പോകണ കാര്യമാണ് പറയണത്. എന്റെ ചേട്ടാ സിനിമയ്ക്ക് പോണ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. നമ്മൾ മാത്രം എങ്ങനെ പോണം? മോശമല്ലേ? പിങ്കിയും പിങ്കിക്കൊക്കെ വിഷമാവൂലേ? പിന്നെ 2 ടിക്കറ്റേ ഉള്ളൂ. അതാ സേഫ് എടുത്ത് തന്നത് ഫ്രീ ആയിട്ട്. പക്ഷെ ചേട്ടാ ഒരുമിച്ച് താമസിക്കുമ്പോഴത്തേക്കും നമ്മൾ മാത്രം പോണോ? ശരിയാണോ? ചോദിക്കണ്ടേ? ഇതിപ്പോ എന്ത് കാര്യം? നീ എന്തെങ്കിലും വേറൊരു കാര്യം പറയല്ലേ? വേറൊരു കാര്യം തന്നെ ഞാൻ അവർ ചോദിച്ചിട്ട് വരാം. അവർ പറഞ്ഞുണ്ടോന്ന് ചോദിച്ചിട്ട് വരാം. അവരെന്ന് പറയാൻ അച്ഛൻ തിയേറ്ററിൽ ഒന്ന് സിനിമ കാണാനൊന്നും വരെയൊന്നുമില്ല. ചേട്ടാ നമുക്ക് ചോദിക്കുന്നു. അതൊരു ഫാമിലി പടമാണ്. ആ കൊച്ചു പെമ്പിളരൊന്നും പോയ വരെയൊന്നുമില്ല. അതായിരിക്കും ജസ്റ്റ് ചോദിച്ചേക്കാൻ പറഞ്ഞുണ്ടാന്ന്. മോൻ വെക്കണ നോക്ക്. പിന്നെ നമ്മളൊരു പ്ലാനോട്ട് വരുമ്പോ അതിനെ തകർത്ത് മണ്ണടിപ്പിച്ച് കളഞ്ഞ നിനക്കൊന്നും തോന്നുന്നില്ല? ഒരു പ്ലാനായിട്ട് വരുമ്പോഴല്ല ചേട്ടാ, ഒരുമിച്ച് താമസിക്കുമ്പോ അത് മോശം ചേട്ടാ. നമ്മൾ അവരങ്ങനെ പോയാൽ നമുക്ക് ഒരുമാതിരി തോന്നൂല. ഇല്ല, തോന്നൂലേ? അവർ പോയാൽ നമുക്ക് തോന്നൂല, പക്ഷെ നമ്മൾ പോയാൽ അവർക്ക് തോന്നും. ഞാൻ എന്തായാലും പോയി ചോദിച്ചിട്ട് ഇത് അടിച്ചേക്കൂ. എന്നെ അല്ല, മുറ്റടിച്ചേക്കാം. ഞാൻ ചോദിച്ചിട്ട് വരാം. ഫോർമാലിറ്റിക്ക് ചോദിച്ചാ ചേട്ടാ, ആത്മാർത്ഥത്തേക്കൊന്നും ചോദിക്കണ്ട.